وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. الله سبحانه وتعالى നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും പരിപൂർണമായും സ്വീകരിക്കുകയും നല്ല കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഈമാനും സന്മനസ്സും തൗഫീഖും കനിഞ്ഞരുളുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ പഠനത്തിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ കാരണവും പഠിച്ചു. മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പിശാച് തടയിടും, സമ്മതിക്കത്തില്ല. പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിനെ തൊട്ട് കാവലിനെ തേടണമെന്ന് അള്ളാഹു തന്നെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പം പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളെക്കുറിച്ച് നമ്മൾ അറിയണം. അറിഞ്ഞില്ല എങ്കിൽ അത്തരം വഴികളിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ശിർക്കാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ശിർക്ക് ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയില്ല. അള്ളാഹു മാപ്പ് കൊടുക്കാത്ത ഒരേ ഒരു തെറ്റ് അത് ശിർക്ക് മാത്രമാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യനെ കൊണ്ട് പിശാചിന് ശിർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ രണ്ടാമത് പിശാച് ശ്രമിക്കുന്നത് ബിദ്അത്ത് ചെയ്യിപ്പിക്കാനാണ്. ശിർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ രണ്ടാമത് ശ്രമിക്കുന്നത് അവനെ കൊണ്ട് എങ്ങനെ ബിദ്അത്ത് ചെയ്യിപ്പിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ പിശാചിന്റെ കെണിവലയിൽ അകപ്പെട്ട് ബിദ്അത്ത് ചെയ്യേണ്ടി വന്നാൽ അവന് തൗബ ചെയ്യാൻ പോലും അവസരം കിട്ടില്ല, പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടില്ല. ശിർക്ക് അല്ലാഹു മാപ്പാക്കുകയില്ല എങ്കിൽ ബിദ്അത്ത് മാപ്പ് ചോദിക്കാൻ അവസരം കിട്ടത്തില്ല. ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ആ ബിദ്അത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ തൗബ ചെയ്യാൻ അവസരം കിട്ടുകയേയില്ല. എത്ര വലിയ മഹാപണ്ഡിതനെയും അടിച്ചിടാൻ പറ്റിയ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ബിദ്അത്ത്. എത്ര വലിയ ഈമാനുള്ള വ്യക്തിയെയും എത്ര വലിയ മനുഷ്യനെയും അടിച്ചിടാൻ പറ്റിയ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ബിദ്അത്ത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നടത്താറുണ്ടായിരുന്ന മുഴുവൻ പ്രഭാഷണങ്ങളുടെയും ആരംഭത്തിൽ ബിദ്അത്തിനെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅയുടെ പ്രസംഗം നടത്തുമ്പോഴും പറയും, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകും. നിക്കാഹിന് മുമ്പുള്ള ഖുത്ബയിൽ നബി പറയുമായിരുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകും. പെരുന്നാളിന്റെ ഖുത്ബയിൽ നബി പറയുമായിരുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് ജീവിതത്തിൽ ഉണ്ടായാൽ അത് നരകത്തിലേക്കുള്ള പോക്കാണ്. പറഞ്ഞത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രസംഗങ്ങളുടെയും ആരംഭത്തിൽ ആവർത്തിച്ച് പറയുമായിരുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സമൂഹം ആ തെറ്റിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തിനെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, വളരെ ശ്രദ്ധയുള്ളവരാകണം.
എന്താണ് ബിദ്അത്ത്? മുഹമ്മദ് റമി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സാകുമ്പോഴാണ് അല്ലാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. നബിയുടെ 40ാമത്തെ വയസ്സ് മുതൽ അവിടുന്ന് വഫാത്താകുന്നത് വരെ 63ാമത്തെ വയസ്സ് വരെ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അതെല്ലാം ദീനാണ്, ഇസ്ലാമാണ്, നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. ആ 23 വർഷക്കാലം എന്തെല്ലാം ചെയ്തു കാണിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഇസ്ലാമാണ്, ദീനാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്, ഇനി ലോകത്തും വിജയിക്കാൻ പറ്റുന്നതാണ്. ഈ 23 വർഷക്കാലം എന്തെല്ലാം കാര്യങ്ങൾക്ക് അവിടുന്ന് മൗനാനുവാദം നൽകിയിട്ടുണ്ടോ അത് മുഴുവനും ദീനാണ്, ഇസ്ലാമാണ്, നമ്മുടെ ഇരുലോക വിജയത്തിന് കാരണമാണ്. ഈ 23 വർഷക്കാലം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സ്വർഗത്തിലെത്താനുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 23 വർഷക്കാലം കൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർവ്വ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബാക്കൾ പറയുന്നു, ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പോലും ആ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നു. ഏത് കൈയാണ് ഉപയോഗിക്കേണ്ടത് പഠിപ്പിച്ചു തന്നു. എന്തു വസ്തുവാണ് ഉപയോഗിക്കേണ്ടത് ശുദ്ധീകരിക്കാൻ പഠിപ്പിച്ചു തന്നു. എന്തു വസ്തു ഉപയോഗിക്കാൻ പാടില്ല അതും പഠിപ്പിച്ചു തന്നു. സർവ കാര്യങ്ങളും 23 വർഷക്കാലം കൊണ്ട് പഠിപ്പിച്ചു. അതിനുശേഷം അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു, സൂറത്തുൻ നിസാഇന്റെ 3ാമത്തെ വചനത്തിലൂടെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അവിടുന്ന് വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ അനുയായികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും സമ്പൂർണമായും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഒരു കാര്യം പോലും ഇനി പഠിപ്പിക്കാനില്ല, സർവ്വത് പഠിപ്പിച്ചു. ഈ സമ്പൂർണമായ ദീനിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്താൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. 23 വർഷക്കാലം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീനിൽ നമ്മുടെ വകയായി എന്തെങ്കിലും ചേർത്താൽ അതിനാണ് എന്ത് പറയുന്നത്? ബിദ്അത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പരിശുദ്ധമായ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിനേക്കാൾ കൂടുതലായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായാൽ അതിനാ എന്ത് പറയുന്നത്? ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. 23 വർഷക്കാലത്തെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തരാത്ത എന്തെങ്കിലും ഒരു പുതിയ കാര്യം, പുതിയ എക്സ്ട്രാ ഫിറ്റിംഗ് ആരെങ്കിലും നടത്തിയാൽ ഫഹുവ റദ്ദുൻ, അതിനെ പുറംകാല് കൊണ്ട് തള്ളിക്കളയേണ്ടതാണ്. അള്ളാഹു അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയേയില്ല. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമസ്കാരം. ആർക്കും സംശയമില്ല, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്താണ് നമസ്കാരം. ഇത്രയും ഉയർന്ന നമസ്കാരം ആരെങ്കിലും അസ്ർ നമസ്കാരത്തിന് ശേഷം നിർവഹിച്ചാൽ എന്തായി? ബിദ്അത്തായി. അള്ളാഹു സ്വീകരിക്കത്തില്ല. എന്താ കാരണം? അസ്ർ നമസ്കാരത്തിന് ശേഷം സുന്നത്തായ നമസ്കാരങ്ങളൊന്നും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരാൾ വിചാരിക്കുകയാണ്, എനിക്ക് സമയമുണ്ട്, ആരോഗ്യമുണ്ട്, ഞാൻ അസറിന് ശേഷം നമസ്കരിക്കും എന്ന് വിചാരിച്ച് നമസ്കരിച്ചാലോ നന്മ കിട്ടുമോ തിന്മ കിട്ടുമോ? തിന്മയായിരിക്കും കിട്ടുക. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും അസറിന് ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നത് കണ്ടാൽ അവനെ അടിക്കുമായിരുന്നു കൈകൊണ്ട്. എന്തേ സഹോദരങ്ങൾ, എന്തിനാ അടിക്കുന്നത്?
ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമല്ല അയാൾ നിർവഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ലാത്ത നമസ്കാരമാണത്. അതുകൊണ്ടാണ് അടി, അതുകൊണ്ടാണ് തെറ്റായത്. സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. 2 സുന്നത്ത്, 2 റക്അത്ത്. സുബഹി ബാങ്കിന് ശേഷം ഫർളിന് മുമ്പ് എത്ര റക്അത്താ സുന്നത്ത്? 2 റക്അത്ത്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാള് സുബഹിക്ക് മുമ്പ് 2ൽ കൂടുതൽ നമസ്കരിക്കുന്നത് കണ്ടു. സുബഹി ബാങ്കിന് ശേഷം 2ൽ കൂടുതൽ നമസ്കരിക്കുന്ന ആളിനെ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി തടഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിർ പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. സുന്നത്ത് എത്രയായിരുന്നു? 2 ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യമുള്ളത് കൊണ്ട് ആവേശത്തിൽ നന്നാകണമെന്ന് ആഗ്രഹത്തിലായിരിക്കും എത്ര നിസ്കരിച്ചു? 2ൽ കൂടുതൽ നിസ്കരിച്ചു. എന്തായി? ആ ശിക്ഷയ്ക്ക് കാരണമായി. ഇതാണ് സഹോദരങ്ങളെ ബിദ്അത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ബിദ്അത്ത് അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ്. ബിദ്അത്ത് ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്. ഒരു മനുഷ്യനെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം ബിദ്അത്ത് ചെയ്യിപ്പിക്കലാണ്. ഒരു മനുഷ്യനെ കൊണ്ട് വിഭജിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം പിശാചിന്, ഇബ്ലീസിന് ബിദ്അത്ത് ചെയ്യിപ്പിക്കലാണ്. ഒരു മനുഷ്യനെ കൊണ്ട് കള്ള് കുടിപ്പിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യിപ്പിക്കൽ. എന്താ കാരണം? ബിദ്അത്ത് ചെയ്താൽ തൗബ ചെയ്യില്ല. വിഭജിച്ചാൽ എന്ത് മനസ്സിലാവും? കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും ചെയ്തു പോയത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കും. കൊലപാതകം ചെയ്താലും പിന്നീട് ഖേദിച്ച് മടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ ഖേദിച്ച് മടങ്ങുമോ? ഇല്ല. അവൻ ചെയ്യുന്നത് നന്മയാണെന്ന ചിന്തയിലാണ് അവൻ ചെയ്യുന്നത്. അല്ല, അസറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പശ്ചാത്തപിക്കുമോ? ഇല്ല. എന്താ കാരണം? ഞാൻ ചെയ്ത് നല്ല കാര്യമല്ലേ, നിസ്കാരമല്ലേ നിർവഹിച്ചത്. സുബഹിക്ക് മുമ്പ് ഞാൻ 2 കൂടുതൽ സുന്നത്തല്ലേ നിസ്കരിച്ചു, എന്താ കുഴപ്പം? ഒരിക്കലും ആ മനുഷ്യനെ തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ അവസരം കിട്ടുകയേയില്ല. മറ്റൊരു ഉദാഹരണം, നോമ്പ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അല്ലാഹ് പറഞ്ഞെന്താ? അന ഉജ്സാ ബിഹി. നോമ്പുകാർക്ക് ഞാൻ എന്നെ തന്നെ പ്രതിഫലമായി നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തലാഖ് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ചതെന്താ? ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ. ഹഫ്സയെ താങ്കൾ തിരിച്ചെടുക്കണം, ഭാര്യയായിട്ട് തന്നെ കൂട്ടണം. എന്താ കാരണം പറഞ്ഞേ? ഫഇന്നഹാ സവ്വാമ. അവൾ കൂടുതൽ നോമ്പ് പിടിക്കുന്ന പെണ്ണാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് നോമ്പ് അള്ളാഹുവിന്. കാരണം നോമ്പ് ആ പിടിക്കുന്ന ആളും അള്ളാഹും മാത്രമേ അറിയത്തുള്ളൂ. അത്രയും രഹസ്യമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പ്. ഈ നോമ്പ് ഇത്രയും പോരിശുള്ളതിനോട് കൂടി ഒരാള് പെരുന്നാളിന്റെ ദിവസം പിടിച്ചാലോ പ്രതിഫലം കിട്ടുമോ? ശിക്ഷ കിട്ടുമോ? തിന്മയാണ്, പാപമാണ്, ഹറാമാണ്. എന്താ കാരണം? ചെറിയ പെരുന്നാളിലന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല. ബലി പെരുന്നാളിനന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല. അതിനുശേഷമുള്ള 3 ദിവസവും നോമ്പ് പിടിക്കാൻ പാടില്ല. നോമ്പ് ഉയർന്ന ഇബാദത്താണെന്ന് വിചാരിച്ച് ഞാൻ 30 ദിവസം നോമ്പ് പിടിച്ചാണ്, 1 ദിവസം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെറിയ പെരുന്നാളിനെ നോമ്പ് പിടിച്ചാലോ എന്തായി? തെറ്റായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ല, മാതൃകയില്ല. അതുപോലെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പിടിക്കൽ സുന്നത്തായ കുറേ ദിവസങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കാം. എല്ലാ അറബി മാസത്തിന്റെയും 13, 14, 15 തീയതി അതിൽ നോമ്പ് പിടിക്കാം. ദുൽഹജ്ജിന്റെ 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കാം. മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം. ഇങ്ങനെ സുന്നത്തായ ദിവസം ശവ്വാലിന്റെ 6 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം. ഇതല്ലാത്ത ഒരു ദിവസം, ആ ദിവസം നോമ്പ് പിടിക്കൽ നബി നിശ്ചയിച്ചതാണ്, ഇസ്ലാമിൽ പെട്ടതാണ്, അതിന് ഇന്ന പോരിശയുണ്ട്, ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചാൽ അത് നോമ്പിന് പകരം, നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്തതാണ്. അടുത്ത സുന്നത്തിനെതിരാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആര് പഠിപ്പിച്ചു തരുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമായിരുന്നു. അവിടെ നിന്നെല്ലാം പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്.
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ 3 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അതിൽ ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം പോലും ഞാൻ നോമ്പില്ലാത്ത ദിവസം ഉണ്ടാവില്ല. 3 ആളുകൾ 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞു, ജീവിതകാലം മുഴുവനും ഞാൻ നോമ്പ് പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, ഇന്നി അഖ്ശാകും ലില്ലാ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ ഞാനാണ്. എന്തായാലും എനിക്ക് അള്ളാഹുവിനെ പേടിയുള്ളതുപോലെ, എനിക്ക് ഖൗഫുള്ളതുപോലെ നിനക്കില്ലല്ലോ. ഈ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഞാൻ നോമ്പും പിടിക്കാറുണ്ട്, നോമ്പ് ഇല്ലാത്ത ദിവസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ജീവിതം മുഴുവനും ഞാൻ നോമ്പ് പിടിക്കാറില്ല. എൻ്റെ മാതൃകയാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ മാർഗത്തെ, എൻ്റെ ചര്യയെ, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, അഥവാ മുസ്ലിം അല്ല. എന്താ കുഴപ്പം സഹോദരങ്ങളെ? നോമ്പല്ലായിരുന്നു. ജീവിതം മുഴുവനും ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കുമെന്ന് തീരുമാനിച്ചു. തെറ്റ് വല്ലതും ഉണ്ടോ? തെറ്റാ. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ലത്, അതുകൊണ്ട് തന്നെ തെറ്റാണ്. അതുപോലെ മരിച്ച ആളുകൾക്ക് ദുആ ചെയ്യണം, നല്ല കാര്യമാണ്. മരിച്ചുപോയ ആളുകൾക്ക് കൂലി കിട്ടാൻ ദാനധർമ്മം ചെയ്യണം, നല്ല കാര്യമാണ്. മരിച്ചുപോയ ആളുകൾക്ക് കൂലി കിട്ടാൻ ഖുർആൻ ഓതാം, നല്ല കാര്യമാണ്. എന്നാൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കൂലി കിട്ടാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ, ഖുർആൻ ഓതിപ്പിക്കൽ, അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിക്കൽ, അത് തെറ്റാണ്, ബിദ്അത്താണ്. മനസ്സിലായില്ല? മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ വേണ്ടി ഏത് ദിവസവും ദുആ ചെയ്യാം, ഏത് ദിവസവും ഭക്ഷണം കൊടുക്കാം, ഏത് ദിവസവും ദാനധർമ്മം ചെയ്യാം. 1-ന്റെ അന്നും ചെയ്യാം, 2-ന്റെ അന്നും ചെയ്യാം, 3-ന്റെ അന്നും ചെയ്യാം, 4-ന്റെ അന്നും ചെയ്യാം, 5-ന്റെ അന്നും ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യാം. അവർക്ക് കൂലി കിട്ടാൻ പറ്റുന്ന എന്തും ചെയ്യാം. പക്ഷേ ദിവസം നിശ്ചയിച്ച് ചെയ്യൽ തെറ്റാണ്, ബിദ്അത്താണ്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദിവസം നിശ്ചയിച്ച് ദുആ ചെയ്തിട്ടില്ല, ദിവസം നിശ്ചയിച്ച് ദാനധർമ്മം ചെയ്തിട്ടില്ല, ദിവസം നിശ്ചയിച്ച് ഭക്ഷണം കൊടുത്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് അനുയായികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചരിത്രത്തിൽ എവിടെയെങ്കിലും ദിവസം നിശ്ചയിച്ച് ദുആ ചെയ്തതായിട്ട് കാണിച്ചു തരാൻ പറ്റൂ? ഇല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ആ നബിയെ ജീവനേക്കാൾ സ്നേഹിച്ചവരാണ് സഹാബാക്കൾ. ആ നബിയുടെ വഫാത്തിന് ശേഷം ദിവസം നിശ്ചയിച്ച് നബിയുടെ 3-ന്റെ അന്ന് അല്ലെങ്കിൽ 40-ന്റെ അന്ന്, ആണ്ടിൻ്റെ അന്ന് സഹാബാക്കളിൽ ആരെങ്കിലും നബിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തതായിട്ട്, നബിക്ക് വേണ്ടി പ്രത്യേകം പരിപാടികൾ നടത്തിയതായിട്ട്, നബിക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതായിട്ട് ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ ദിവസം നിശ്ചയിച്ചുള്ള പരിപാടി തെറ്റാണ്. അതല്ലാതെ ഏത് ദിവസവും നമുക്ക് ചെയ്യാം, ഏത് ദിവസവും ദുആ ചെയ്യാം, അവർക്ക് കൂലി കിട്ടാം, ഭക്ഷണം കൊടുക്കാം, ദാനധർമ്മം ചെയ്യാം, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. ദിവസം നിശ്ചയിച്ചിട്ടുള്ള പരിപാടി ഇല്ല, തെറ്റ്, ബിദ്അത്ത്, നരകത്തിലേക്കുള്ള പോക്കാണത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹു നാസു ഹസന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടം കൊണ്ട് പഠിപ്പിച്ചു തന്ന കാര്യത്തെക്കാൾ കൂടുതൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നരകത്തിലേക്കുള്ള പോക്കാണ്, വഴികേടാണ്. അത് ജനങ്ങൾ എത്ര നല്ല കാര്യമായി കണ്ടാലും ശരി, ജനങ്ങൾ അതിനെ എത്ര നല്ല കാര്യമായി കണ്ടാലും അത് നരകത്തിലേക്കുള്ള പോക്കാണ്. കാലാകാലങ്ങളായി ചെയ്തു വരുന്ന കാര്യമാണെങ്കിലും ശരി, നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ശരി, നാട്ടിലെ രാജ്യത്തെ അറിയപ്പെട്ട മഹല്ലുകളിലെല്ലാം ഉള്ള കാര്യമാണെങ്കിലും ശരി, തലയെടുപ്പുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്ന കാര്യമാണെങ്കിലും ശരി, ആ 23 വർഷ കാലഘട്ടം കൊണ്ട് പഠിപ്പിച്ചു തരാത്ത കാര്യമാണെങ്കിൽ അത് നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് പറയുന്നത്. അതുപോലെ സഹോദരങ്ങളെ, ദിക്ർ ഏറ്റവും ഉയർന്ന ഇബാദത്താണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ്, അള്ളാഹുവിനെ ഓർക്കാനാണ്.
ദിക്ർ ചെയ്യുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആളിനെ പോലെയാണ്, ദിക്ർ ചെയ്യാത്ത മനുഷ്യൻ മരിച്ചവനെ പോലെയാണെന്നാണ്. ഇത്രയും ഉയർന്ന ദിക്ർ. ഉദാഹരണത്തിന് നമസ്കാരത്തിന് ശേഷം, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും പറയണം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്. എത്ര പറയേണ്ടത്? 33. ഒരാൾ വിചാരിച്ച് എനിക്ക് സമയമുണ്ട്, നല്ല കാര്യമാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? 34 പറഞ്ഞു, അല്ലെങ്കിൽ 35 പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയതുപോലെ പറഞ്ഞു. എന്തായി? സുന്നത്ത് നഷ്ടപ്പെട്ടു, ബിദ്അത്തായി. അങ്ങനെ 34 പറയണമായിരുന്നെങ്കിൽ ആര് പറഞ്ഞു തരണമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമായിരുന്നു. കുറഞ്ഞതിന് 33 ചെല്ലണം, അത് കൂടുതൽ എത്ര വേണമെങ്കിലും ചെല്ലാം എന്ന് ആര് പഠിപ്പിച്ചു തരുമായിരുന്നു? നബി പഠിപ്പിച്ചു തരുമായിരുന്നു. അൽഹംദുലില്ലാഹ് 33, 34 ആകരുത്. അല്ലാഹു അക്ബർ 33, എത്രയായി? 99 എന്നിട്ട് അവിടുന്ന് പറഞ്ഞു തന്നു 100 പൂർത്തിയാക്കാൻ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 100 പൂർത്തിയാക്കാൻ എത്രയാ? ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരാൾ വിചാരിക്കാൻ സമയമുണ്ടെന്ന് വിചാരിച്ചു 99 ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്തായി? ബിദ്അത്തായി. കാരണം നബിയേക്കാൾ വലിയവനാകാൻ ശ്രമിച്ചു. അങ്ങനെ കൂടുതൽ പറയൽ നന്മയായിരുന്നെങ്കിൽ ആര് പഠിപ്പിച്ചു തരുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമായിരുന്നു. ഇനി നബിയേക്കാൾ വലിയ ആളാകാൻ ശ്രമിച്ചു, സഹാബാക്കളെക്കാൾ വലിയ ആളാകാൻ ശ്രമിച്ചു. നമുക്കറിയാം ഉപ്പ് നല്ല സാധനമാണ് അല്ലേ? ഉപ്പില്ലാത്ത ഭക്ഷണത്തിന് എന്തെങ്കിലും രുചി ഉണ്ടാവോ? ഒരു രുചി ഉണ്ടാവില്ല. നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് തരുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഉപ്പ്. ഉപ്പ് ഒരു സ്പൂൺ ഇടേണ്ട സ്ഥലത്ത് 2 സ്പൂൺ ഇട്ടാൽ എന്താകും? തിന്നാൻ പറ്റൂ? തിന്നാൻ പറ്റൂല. ഇതുപോലെ 33ന്റെ സ്ഥലത്ത് 34 ആയാലോ, 100ന്റെ സ്ഥലത്ത് 109 ആയാലോ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വ മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ബിദ്അത്തായ കാര്യങ്ങളെ സൂക്ഷിക്കണം. പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ വളരെ കരുതലോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 23 വർഷക്കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുക തന്നെ വേണം. ഇതുപോലെ ബാങ്ക് ഉയർന്ന കാര്യമാണ്, പിശാചിനെ ഓടിക്കാൻ പറ്റിയ നല്ല കാര്യം. അള്ളാഹു ബാങ്കിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? സമ്പൂർണമായ പ്രബോധനം എന്നാണ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി ചെവിയിൽ കൊടുക്കേണ്ടത് എന്താ? ബാങ്കാണ് അല്ലേ? എല്ലാ നമസ്കാരങ്ങൾക്കും മുമ്പും ബാങ്കുണ്ട്, മയ്യത്ത് നമസ്കാരം ഒഴിച്ച്. മയ്യത്ത് നമസ്കാരത്തിന് മുമ്പ് ഒരാൾ ബാങ്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തു. എന്തായി? ബിദ്അത്തായില്ലേ? ബാങ്ക് നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച ഒരാൾ മയ്യത്ത് നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താലോ? ബിദ്അത്ത് ചെയ്തവനായി. അതുപോലെ സലാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചെല്ലൽ ഉയർന്ന കാര്യമാണ്. വെള്ളിയാഴ്ച നമ്മൾ സുബഹിക്ക് താലീമിന് പറഞ്ഞിരുന്നു. അത് അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരേ ഒരു കാര്യം, അത് നബിയുടെ മേലുള്ള സലാത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹു മലക്കുകളും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു നന്മ, ഒരേ ഒരു ഇബാദത്ത്, അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്താണ്. ഇത്രയും ഉയർന്ന സലാത്ത് നമുക്ക് തോന്നിയ സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സലാത്ത് ഉയർന്നതാണെന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയ സ്ഥലത്തെല്ലാം പറയാൻ പറ്റുമോ? പറ്റൂല. ഒരാൾ വിചാരിക്കുക സലാത്ത് നല്ല കാര്യമാണ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സലാത്ത് പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, എന്നിട്ട് ബാങ്ക് വിളിക്കുക. തെറ്റാണ്. അങ്ങനെ നന്മയായിരുന്നെങ്കിൽ ആര് പഠിപ്പിച്ചു തരുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമായിരുന്നു. ഒരാൾ വിചാരിക്കുകയാണ് സലാത്ത് നല്ല കാര്യമാണല്ലോ, ഫർള് നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം സലാത്ത് പറയൽ ദീനിൽ പെട്ടതാണ്, നബി പഠിപ്പിച്ച കാര്യമാണ് എന്ന് വിചാരിച്ച ഒരാൾ സലാത്ത് പറഞ്ഞാൽ, 10 പറഞ്ഞാൽ 3 പറഞ്ഞാൽ എത്രയെങ്കിലും ഒരു സംഖ്യ, എന്തായി? അവൻ ബിദ്അത്ത് ചെയ്തവനായി. അവനിക്ക് നന്മയല്ല തിന്മയായിരിക്കും കിട്ടുക. നിങ്ങൾക്കറിയുമോ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മകനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരാൾ തുമ്മി. തുമ്മുമ്പോൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, രണ്ടാലൊന്ന് പറയാം. ആ അടുത്തിരുന്ന് തുമ്മിയ ആള് അൽഹംദുലില്ലാ എന്നും പറഞ്ഞു, ശേഷം ഒരു സലാത്തും പറഞ്ഞു, അല്ലാഹുമ്മ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നും പറഞ്ഞു. എന്ത് പറഞ്ഞു?
ഒന്ന് തുമ്മയിന് ശേഷം പറയേണ്ട ദുആയും പറഞ്ഞു, ശേഷം ഒരു സലാത്തും പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ഇടപെട്ടു, പറഞ്ഞു ഇത് നബി പഠിപ്പിക്കാത്ത കാര്യമാണ്. എന്തേ സലാത്താണെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന പോരായിരുന്നു? സലാത്തല്ലേ, ഉയർന്ന കാര്യമല്ല, അയാൾ ചെല്ലിക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന പോരായിരുന്നു? ആ തുമ്മിയതല്ലേ, ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, ഒരാളല്ലേ ചെയ്തത്. മിണ്ടാതിരുന്നില്ല, ഇടപെട്ട് പറഞ്ഞു ഇത് നബി ചെയ്യാത്ത കാര്യമാണ്. നബി തുമ്മുമ്പോൾ പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാ മാത്രം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് മാത്രം. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടത്തേയില്ല. എന്താ കാരണം? ഞാൻ ചെയ്തതെന്താ? സലാത്തല്ലേ, ഇതിന് ഞാൻ തൗബ ചെയ്യുന്നത് തെറ്റല്ലല്ലോ, ചിന്ത പോലും വരൂല. ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, ഞാൻ എന്തിന് തൗബ ചെയ്യണം? തെറ്റാണെന്നാൽ തിരിച്ചറിവ് പോലും ഉണ്ടാവില്ല. അത്തരം ബിദ്അത്ത് ചെയ്യുന്ന ആളുകളോട് എത്ര പ്രസംഗിച്ചാലും അവർ മാറൂല, തിരുത്തൂല. ഖുർആനിന്റെ എത്ര ആയത്തോതിയാലും അവർ പിന്മാറുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ബിദ്അത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ വലിയ പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഇവിടുത്തെ ഇമാം എന്ന നിലയിൽ ഒരു ബിദ്അത്ത് തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടം കൊണ്ട് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ ഇവിടുന്ന് പോയാലും ആ ബിദ്അത്ത് നിർത്താൻ കഴിയില്ല. എന്താ കാരണം? ആളുകൾ പറയും മുന്നിൽ നേരത്തെ ഇരുന്ന ഇമാമ് ചെയ്തു, അയാൾ എന്താ ഹാഫിള് അല്ലായിരുന്നു, അയാൾക്ക് 2 ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ, 6 വർഷം ഇവിടെ ജോലി ചെയ്തിരുന്നല്ലോ, അയാൾക്കറിയാത്ത കാര്യം ഇയാൾക്കോ? ചോദിക്കൂല്ലോ? ചോദിക്കും. ജനങ്ങൾ 2 വിഭാഗമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ ബിദ്അത്തായ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ബിദ്അത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റാൻ വലിയ പ്രയാസമാണ്. ബിദ്അത്ത് ആരുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ അത് ബിദ്അത്താണെന്ന് തിരിച്ചറിയുകയുമില്ല, തിരിച്ചറിയാനും കഴിയത്തില്ല. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസറിന്റെ അടുക്കൽ നിൽക്കും, അവിടുത്തെ ഉമ്മത്തികൾക്ക് നമുക്ക് വെള്ളം തരാൻ വേണ്ടി. സ്വർഗത്തിലെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം തരാൻ വേണ്ടി അതിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിയതായിട്ട് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അല്ലാഹുവേ, അത് എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അവർക്കും വെള്ളം കൊടുക്കണം. ആ സമയത്ത് അള്ളാഹു പറയും, നബിയെ, താങ്കൾക്കറിയുമോ, അങ്ങയുടെ വിയോഗത്തിന് ശേഷം താങ്കൾ ഇസ്ലാമിൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വിഭാഗത്തെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയ ഈ വിഭാഗത്തിന് നാശം, നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയും. അള്ളാഹു തിരിച്ചറിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം എത്ര വലിയ പണ്ഡിതം പഠിപ്പിച്ചാലും അതിന് അംഗീകരിക്കാൻ പാടില്ല. ഇസ്ലാമിൽ ഒരു കാര്യം വേണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിരിക്കണം. ക്രിസ്ത്യാനികളിലാണ്, ക്രിസ്തു മതത്തിലാണ് അവരുടെ പുരോഹിതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അത് അവരുടെ മതത്തിന്റെ ഭാഗമാകും. ഇസ്ലാമിൽ ആ പരിപാടിയില്ല. ഉസ്താദ് വലിയ ആളാണ്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് സ്വീകരിക്കുക, ആ പരിപാടി ഇസ്ലാമിലില്ല. ആ 23 വർഷ കാലഘട്ടം കൊണ്ട് എന്താണോ പഠിപ്പിച്ചത് അതാണ് നമുക്ക് നാം മുറുകെ പിടിക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ ഒരു അടിസ്ഥാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ, ഉറങ്ങിയാൽ മനസ്സിലാവില്ല. മനുഷ്യരായ നമ്മൾ 2 കാര്യങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ദീനിയായ കാര്യങ്ങൾ, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളത്. രണ്ടാമത്തത് ദുന്യവിയായ കാര്യങ്ങൾ, അത് എല്ലാവരും ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളല്ലുള്ളൂ നമുക്ക്. അപ്പൊ ഇതിൽ ഒന്നാമത്തത് ദീനിയായ കാര്യങ്ങൾ, ഇബാദത്ത് പരമായ കാര്യങ്ങൾ. അത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഉണ്ട് എന്ന രേഖ ഉണ്ടാവണം. ഒരു നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ആ നമസ്കാരം ഉണ്ട് എന്ന തെളിവ് നമുക്കുണ്ടാവണം. ഒരു ദിക്ർ ചൊല്ലണമെങ്കിൽ ആ ദിക്ർ യൂട്യൂബിൽ വന്നാൽ പോരാ, ഇസ്ലാമിൽ ഉണ്ടെന്ന തെളിവ് വേണം. ഒരു ദുആ നമുക്ക് പുതിയതായി കിട്ടി, യൂട്യൂബിൽ നിന്നാണ് കിട്ടിയത്, അത് ചൊല്ലണമെങ്കിൽ ഇസ്ലാമിൽ ഉണ്ട് എന്ന് നമുക്ക് രേഖ വേണം. യൂട്യൂബ് തെളിവല്ല, ഫേസ്ബുക്ക് തെളിവല്ല,
വാട്സാപ്പും തെളിവല്ല. തെളിവ് ഇസ്ലാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഖുർആനാണ്. ഇതിൽ ഉണ്ടോ ചെയ്യാം, ഇല്ലെങ്കിൽ ആ തെളിവ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരാൾ ഒരു തെറ്റായ ഒരു ബിദ്അത്ത് ചെയ്യുകയാണ്, ബിദ്അത്ത് ചെയ്തിട്ട് പറയുകയാണ് ഇത് ഇല്ല എന്ന് തെളിയിച്ചു തന്നാൽ 1 കോടി രൂപ തരാം. സഹോദര, ഇല്ല എന്നതിനല്ല തെളിവ് വേണ്ടത്. ഇബാദത്തിൽ ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. അത് തിരിച്ചറിയണേ ആദ്യം. അങ്ങനെയല്ലേ സാധാരണ വായടപ്പിക്കുന്നത്? എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു ബിദ്അത്ത് ചെയ്തിട്ട് വായടപ്പിക്കാൻ വേണ്ടി അവർ വെല്ലുവിളിക്കും. ഈ സാധനം, ഈ കാര്യം ഇല്ല എന്ന് തെളിയിച്ചു തന്നാൽ എത്ര കിട്ടും? 1 കോടി. ജന്മം ചെയ്താൽ തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? ഇല്ല എന്നതിനല്ല തെളിവ് വേണ്ടത്, ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ നബി അതിനെ തടയും? നബിയുടെ കാലത്തിൽ ഉണ്ടെങ്കിലല്ലേ തടയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് പുകവലി, ഒരാളെ ചോദിക്കുവാണ്, പുകവലി ഇല്ല എന്ന് ഖുർആൻ കാണിച്ചു തരാൻ പറ്റുമോ? ഹദീസിൽ കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു. എന്നാൽ പുകവലി തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? ആരോഗ്യശാസ്ത്രം പറയുന്നത് തെറ്റാണെന്നാ പറയുന്നത്. അതിന്റെ കവറിൽ എന്താ? അപകടത്തിന്റെ വലിയ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഖുർആനിലില്ല, ഹദീസിലില്ല. ഇസ്ലാമും പറയാൻ തെറ്റാണെന്നാ പറയുന്നത്, പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ, മയക്കുമരുന്നിന്റെ പുതിയ ഒരു ഉൽപ്പന്നം, പുതിയ ഒരു പേരിട്ട്, എന്നിട്ട് ഒരാൾ ഒന്ന് ചോദിക്കുക, ഉസ്താദ് ഈ പേര് ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും നബി തടഞ്ഞിട്ടുണ്ടോ, അള്ളാഹ് തടഞ്ഞിട്ടുണ്ടോ? നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ട് എന്നതിനാണ് രേഖ വേണ്ടത്, ഇല്ല എന്നതിനല്ല രേഖ വേണ്ടത്. അതാണ് ദീനിയായ കാര്യം, ഇബാദത്തിന്റെ പ്രത്യേകത. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുനിയാവിന്റെ വിഭവങ്ങൾ. ദുനിയാവിന്റെ വിഭവങ്ങളിൽ എല്ലാം നമുക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള സർവ്വതും അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുന്നു, നിരോധിച്ച ചില കാര്യങ്ങൾ ഒഴിച്ച്. അല്ലാഹു നിരോധിച്ച് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാം. അപ്പൊ ഇബാദത്തിന്റെ കാര്യങ്ങളിൽ ഉണ്ട് എന്നതിനാണ് രേഖ വേണ്ടത്, ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഇല്ല എന്നതിനാണ് രേഖ വേണ്ടത്. മനസ്സിലായില്ലേ? ഇബാദത്തിന്റെ കാര്യങ്ങളിൽ ആ ഇബാദത്ത് ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. ദുനിയാവിന്റെ കാര്യങ്ങളിലോ ഉണ്ട് എന്നതിനല്ല തെളിവ് വേണ്ടത്, പിന്നെ അത് പാടില്ല എന്നതിനാണ് തെളിവ് വേണ്ടത്. ഉദാഹരണത്തിന് സ്വർണം, അത് സ്ത്രീകൾക്ക് അനുവദനീയമാണ്, പുരുഷന്മാർക്ക് പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ശവം പാടില്ല എന്ന് പറഞ്ഞു, ശവം അല്ലാത്തത് കഴിക്കാം. പന്നി പാടില്ല എന്ന് പറഞ്ഞു, പന്നി അല്ലാത്ത കഴിക്കാൻ പറഞ്ഞ വസ്തുക്കളെ കഴിക്കാം. അതുപോലെ അറുത്തതിനെ കഴിക്കാമെന്ന് പറഞ്ഞു. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തതിനെ കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു, അല്ലേ? അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടി, ഏതെങ്കിലും ശക്തിക്ക് വേണ്ടി, ഏതെങ്കിലും വസ്തുവിന് വേണ്ടി, ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി അറുക്കപ്പെട്ടതാണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. അത്തരം ക്ഷണങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആ മാംസത്തിൽ നിന്നും ആ ഇറച്ചിയിൽ നിന്നും മാറി നിൽക്കണം, ആ ഭക്ഷണത്തിൽ മാറി നിൽക്കേണ്ടതാണ്. ഹറാമാണ് ആ ഭക്ഷണം. അത്തരം നേർച്ചയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കാനും പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തത് കഴിക്കാനും പാടില്ല. തിരിച്ചറിയണം സഹോദരങ്ങളെ. പ്രത്യേകിച്ചും പല ദുആക്കളും പരിപാടികളിലും പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കണം, എന്താ പരിപാടി, എന്തിനു വേണ്ടിയാണ്? മാംസമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആടിനെയൊക്കെ അറുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കണം, ഇത് ആർക്ക് വേണ്ടിയുള്ള നേർച്ചയാണ്? ചെറു തമാശക്ക് ചോദിച്ചേക്കുക. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കുക. ഇല്ല എങ്കിൽ കഴിക്കുന്ന എന്താകും? ഹറാമിന്റെ ഭക്ഷണമാകും. അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്യുന്തോറും ഇല്ലസ്ദാദ മിൻഹു ബുഅദ, അവൻ അല്ലാഹുവിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. ഓരോ ബിദ്അത്തും ഉണ്ടാക്കിയെടുക്കാൻ, സ്ഥാപിക്കാൻ ശക്തി കാണിക്കുന്നതനുസരിച്ച്, ത്യാഗം ചെയ്യുന്നതനുസരിച്ച് ആ മനുഷ്യൻ അല്ലാഹുവിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സമുദായത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്, അവര് നന്നായാലേ ഈ സമുദായം നന്നാവുള്ളൂ. അൽ ഉലമാഉ വൽ ഉമറാഉ. അതിൽ ഒന്ന് പണ്ഡിതന്മാരാണ്, തൊപ്പിയിട്ട ആളുകൾ, താടി വെച്ച ആളുകൾ, തലപ്പാവ് കെട്ടിയ ആളുകൾ. 2 ഉമറാക്കളാണ്, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഈ 2 വിഭാഗം നന്നാകാതെ ഈ സമുദായം നന്നാവുകയേ ഇല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോൾ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമി സമാ.
അവസാന കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായിരിക്കും ആകാശത്തിന്റെ കീഴെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും നികൃഷ്ടമായ ജീവികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും നികൃഷ്ടമായ ജീവികൾ ആരായിരിക്കും? പണ്ഡിതന്മാരായിരിക്കും. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കാണാം അള്ളാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാരുടെ അടയാളം. അതിൽ പ്രധാനപ്പെട്ട ഒരു അടയാളം പറയുന്നത്, ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം അവർ പുതിയതായി ഉണ്ടാക്കി ചേർക്കില്ല. അത് ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രമിക്കും. എങ്ങാനും ഉണ്ടായാൽ തന്ത്രപരമായി നീക്കാനും ശ്രമിക്കും. ഇത് ഉഖറവിയായ അള്ളാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന കാലഘട്ടമാകുമ്പോൾ കുറെ പേരും കള്ളന്മാര് വരും. പണ്ഡിതന്മാരെ വേഷമണിഞ്ഞ് കുറെ നുണയന്മാരും പേരും കള്ളന്മാരും വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയുമോ? നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ സംഭവങ്ങളുമായിട്ട് വരും. പുതിയ പുതിയ ദിക്റുകള്, പുതിയ പുതിയ ദുആകള്, പുതിയ പുതിയ നോമ്പുകള്, പുതിയ പുതിയ നമസ്കാരങ്ങള്. എന്നിട്ട് അവരുടെ വക കുറെ പ്രതിഫലങ്ങളും യൂട്യൂബ് വഴിയും അല്ലാതെയും ഇങ്ങനെ വരും. 900 ദിക്റുകള്, 900 ദുആകൾ, പ്രധാനപ്പെട്ട പല നോമ്പുകളും കിടക്കുന്നു, പ്രധാനപ്പെട്ട നിസ്കാരങ്ങൾ കിടക്കുന്നു. അതൊന്നും വേണ്ട. ആരും പറയാത്ത, ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ ദുആകളും ദിക്റുകളുമായിട്ട് അവന്മാര് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇയ്യാകും വഇയ്യാഹും. അത്തരം പണ്ഡിത വേഷധാരികളെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ കരുതിയിരിക്കണം. എന്താ കാരണം? ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും. അവർ നിങ്ങളെ വഴിപിഴപ്പിക്കും, അവർ നിങ്ങളെ നാശത്തിലാക്കും. ആ പണ്ഡിതന്മാർ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായി പറയുന്നു. സൂറത്ത് യൂസുഫിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിൽ അധിക വിഭാഗവും, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൊള്ളയടിക്കുന്നവരാണ്, പോക്കറ്റിലാക്കുന്നവരാണ്, തിന്നുന്നവരാണ്. ഖുർആന്റെ വാക്കാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പരിചയമുള്ള ഒരു മൗലവിയുമായി, ഒരു ഉസ്താദുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 4-5 പേരുണ്ട്, 5 സ്ഥലങ്ങളിലായി ജോലി ചെയ്യുകയാണ്. ഞങ്ങളിൽ ആരുടെ അടുക്കലും ആരെങ്കിലും എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുമായി, പ്രതിസന്ധിയുമായി വന്നാൽ ഞങ്ങൾ പറയും, നീ ഒരു കുത്തുബിയത്ത് നടത്തി പരിഹാരമാണെന്ന് പറയും. എന്ത് പറയും? കുത്തുബിയത്ത് നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, കടം മാറും, രോഗം മാറും, എല്ലാം മാറും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഉസ്താദെ, കുത്തുബിയത്തിനേക്കാൾ മഹത്വമുള്ളതല്ലേ യാസീൻ? യാസീനല്ല ഏറ്റവും പോരിശുള്ളത്, യാസീനേക്കാൾ വലുത് വേറൊന്നും ഇല്ലല്ലോ. പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? എന്താ മറുപടി എന്നറിയാവോ? യാസീൻ 5 മിനിറ്റ് കൊണ്ട് തീരത്തില്ല ഉസ്താദെ. കാര്യമായിട്ട് വല്ലതും കിട്ടുമോ? കുത്തുബിയത്താവുമ്പോൾ 3 മണിക്കൂർ വേണം. കുറഞ്ഞത് 1500 രൂപ കിട്ടും. മാത്രമല്ല ഞങ്ങൾ പറയും, ഒരാളെ കൊണ്ട് ഓതാൻ പറ്റത്തില്ല ഇത്, കുറഞ്ഞത് 5 പേരെങ്കിലും വേണം. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിൽ 5 പേരിൽ ഒരാൾക്ക് വന്നാൽ ബാക്കി 4 പേരെയും വിളിക്കും. ഞങ്ങൾക്ക് കുറഞ്ഞത് 1500 രൂപ കിട്ടും, നല്ല ഫുഡും കിട്ടും. ഇതാണ് സഹോദരങ്ങളെ തട്ടിപ്പ്. തിരിച്ചറിയുക. അതാ അല്ലാഹ് പറഞ്ഞത്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അന്യായമായി തിന്നുന്നവരാണ്. അള്ളാഹു അത്തരക്കാരിൽ പെടുത്താതിരുത്തട്ടെ നമ്മളെ. ഇന്നത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്താ? ബിദ്അത്താണ് അല്ലേ? പുതിയ പുതിയ ദിക്റുകൾ, പുതിയ പുതിയ ദുആകൾ പടച്ചു വിടുന്ന ആൾ ഉസ്താദ് വലിയ ഉസ്താദാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോ 10 ദിവസം പുതിയ 10 ദുആകൾ ദിക്ർ പഠിപ്പിക്കുകയാണ്. മാഷാ അല്ലാഹ്, എന്നെ അംഗീകരിക്കാൻ, എന്നെ കൂടെ കൂടാൻ എത്ര പേരുണ്ടാവുമെന്നറിയോ? മാഷ നല്ല ഉസ്താദാണ്, പുതിയ പുതിയ ദിക്റുകൾ പഠിപ്പിക്കുന്നത്, പുതിയ പുതിയ ദുആകൾ പഠിപ്പിക്കുന്നു. ഇല്ല സഹോദരങ്ങളെ, ഇതെല്ലാം നാശമാണ്, നാശം. അവര് കണ്ടിട്ടില്ലേ എത്ര വലിയ കോടി രൂപ വരുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, കോടികളുടെ ഫ്ലാറ്റുകളിൽ, കെട്ടിടങ്ങളിൽ, വീടുകളിൽ താമസിക്കുന്നു. സാധുക്കളായ ആളുകളെ ചൂഷണം ചെയ്ത്. ബിദ്അത്തിന് 4 പ്രധാനപ്പെട്ട അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ അപകടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ചെയ്തതിനേക്കാൾ വലിയ നന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തയുണ്ടാകും ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്. അവർ ചെയ്തില്ലല്ലോ ഇത്, ഞാനത് ചെയ്യുന്നെങ്കിൽ അവരെക്കാൾ വലിയ നന്മയല്ല ഞാൻ ചെയ്തത്. രണ്ടാമത്തെ അപകടം, നബിക്കും സഹാബാക്കൾക്കും മനസ്സിലാകാത്ത കാര്യം എനിക്ക് മനസ്സിലായി.
നബിക്കും സഹാബാക്കൾക്കും മനസ്സിലായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യത്തില്ലായിരുന്നു. അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവർ ചെയ്തില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തു. അതിലെ എൻ്റെ അർത്ഥം. അത് നന്മയായിരുന്നെങ്കിൽ ആര് പഠിപ്പിച്ചു തരുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അവരെക്കാൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ട്, ഞാൻ മനസ്സിലാക്കി ചെയ്തു. തീർന്നില്ല കാര്യം. മൂന്നാമത്തെ കാര്യം ഗൗരവമുള്ള അപകടമാണ്. നബിയെ അല്ലാഹു തആല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ എല്ലാം നബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ കുറച്ച് മറച്ചു വെച്ചു, വഞ്ചന കാട്ടി നബി. പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ ധൈര്യമുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ദിവസം നിശ്ചയിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആയുടെ പരിപാടി നടത്തുമ്പോൾ അതിനർത്ഥം എന്താ? അത് നബി പഠിപ്പിച്ചു തരേണ്ട കാര്യമായിരുന്നു, പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ നബി പഠിപ്പിക്കാതെ വഞ്ചന കാട്ടിയില്ലെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ 99 ദിക്റ് ചൊല്ലിയിട്ട് 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? അത് പറയാൻ വേണ്ടി അള്ളാഹു നബിയെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷെ നബി പറഞ്ഞു കൊടുക്കാതെ വഞ്ചന കാട്ടി. പറയാൻ ധൈര്യമുണ്ടോ നബി വഞ്ചനാണെന്ന്? ഡേഞ്ചറാണ് സഹോദരങ്ങളെ. അതാ പറഞ്ഞത്, ബിദ്അത്ത് മനസ്സിലാവൂല. ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന് ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടാവത്തില്ല, പശ്ചാത്താപവും തൗബയും ഉണ്ടാവുകയില്ല. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അനുസരണയുള്ളവനെന്നാണ്. അനുസരണയുള്ളവനെന്നാ. ആരെ അനുസരിക്കുക? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ. വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവൻ മുസ്ലിമിന്റെ വാക്കിന്റെ അർത്ഥം. നമ്മുടെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അവരെന്തു പറഞ്ഞു, അള്ളാഹും റസൂലും എന്തു പറഞ്ഞു അവിടെ നിൽക്കുക. 33 പറഞ്ഞതെങ്കിൽ 33 നിൽക്കുക. 100 പറഞ്ഞതെങ്കിൽ 100 നിൽക്കുക. 2 റക്അത്താണ് പറഞ്ഞതെങ്കിൽ 2 റക്അത്തിൽ നിൽക്കുക. അത് 3 ആക്കാൻ അനുവാദമില്ല, 4, 5 ആക്കാനും അനുവാദമില്ല. അപ്പോഴാണ് അനുസരണയുള്ളവരാകുന്നത്. അല്ലാഹു തആല തിരിച്ചറിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ പള്ളിയുടെ ഉള്ളിലുണ്ട്, പള്ളിയുടെ പുറത്തുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ നിത്യ ജീവിതങ്ങളിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹുവിനെ പേടിയുള്ള പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലേ? അറിവുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ ഭൂമിയിലുണ്ട്. അത്തരം ആളുകളെ കണ്ട് നിങ്ങൾ ചോദിക്കുക, ഇത് ഇസ്ലാമിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഉള്ളതാണെങ്കിൽ മുറുകെ പിടിക്കുകയും ഇല്ലാത്തതാണെങ്കിൽ വലിച്ചെറിയുകയും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാണ് പഠിക്കാൻ തുടങ്ങിയത്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ശൈത്താനിന് കാവലിനെ തേടണം. എന്തിനാ? ശൈത്താൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, പിശാച് ശൈത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. 1 ശിർക്ക്, 2 ബിദ്അത്ത്. ബാക്കി ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാഹു തആല ഹക്കായ കാര്യങ്ങൾ നല്ല ഇഖ്ലാസോടുകൂടി പറയാനും ശരിയായ നിലയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അമൽ ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതിലോ കേട്ടതിലോ എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് ശരിയായ നിലയിൽ തിരുത്താനുള്ള സന്മനസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തെറ്റ് നല്ല മനസ്സോടുകൂടി തിരുത്തി തരുന്ന, ചൂണ്ടിക്കാണിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു കബൂലാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല